സുറുമി. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു MI Band 4 വാങ്ങി, അതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവുമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പം നമുക്കിത് ആദ്യം തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാനിത് ഓർഡർ ചെയ്തത് AliExpress നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ സ്ട്രാപ്പും ഒരു സ്ക്രീൻ കാർഡും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്ക്രീൻ കാർഡ്, ഇത് എക്സ്ട്രാ ഓർഡർ ചെയ്ത സ്ട്രാപ്പാണ്. പിന്നെ നമ്മുടെ MI Band 4, ഇത് MIയുടെ ബഡ്ജറ്റ് പ്രൈസിലുള്ള ഒരു സ്മാർട്ട് ബാൻഡാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള വേർഷനായ MI Band 3 ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച സ്മാർട്ട് ബാൻഡ്. അപ്പോൾ MI Band 4 MI Band 3യിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നതിന് പുതിയ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നതെന്നൊക്കെ അറിയാൻ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ MI Band 4. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. MIയുടെ എല്ലാ പ്രൊഡക്റ്റും വളരെ സിമ്പിൾ പാക്കിംഗ് ആണ്. നമുക്കെന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമുക്കെന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു സിമ്പിൾ പാക്കിംഗ് ആണ്. അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ MI Band ആണ് ഇരിക്കുന്നത്. നമുക്കെടുത്ത് നോക്കാം. MI Band ചാർജർ, അതിൻ്റെ ചാർജർ ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമതൊരു ബോക്സും കൂടിയാണ്. യൂസേഴ്സ് മാനുവലാണ്. ജസ്റ്റ് കുറച്ച് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ MI Band നോക്കാം. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് നമുക്ക് MI Band ഒന്ന് നോക്കാം. നോക്കി, ബാൻഡ് ഉപയോഗിച്ച് തുടങ്ങുവാൻ നമ്മൾ ആദ്യം തന്നെ MI Fit ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് ബാൻഡുമായി പെയർ ചെയ്യണം. ഈ പെയറിംഗ് പ്രോസസ്സുകളൊക്കെ വളരെ എളുപ്പമാണ്. ഫിറ്റ് ആപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ MI ബാൻഡിനെ മാനേജ് ചെയ്യുന്നതും അതിൻ്റെ സെറ്റിങ്സുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നതും. ഫിസിക്കൽ അപ്പിയറൻസിലും ഡിസൈനിങ്ങിലും ഒക്കെ വളരെ ചെറിയ മാറ്റങ്ങളെ MI Band 3യിൽ നിന്നും MI Band 4 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ MI Band 3യുടെ സ്ട്രാപ്പ് നമുക്ക് MI Band 4ലും ഉപയോഗിക്കാൻ കഴിയും. പിന്നെ MI Band 3യിൽ മോണോക്രോം ഡിസ്പ്ലേ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4ൽ വരുമ്പോൾ ഫുൾ കളർ AMOLED ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് തന്നെയാണ് MI Band 4ൽ വന്ന മെയിൻ അപ്ഗ്രേഡ്. പിന്നെ MI Band 4ൽ വരുന്ന മറ്റൊരു പ്രധാന ഫീച്ചറാണ് മ്യൂസിക് കൺട്രോളർ. നമുക്ക് നമ്മുടെ ബാൻഡ് ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ MI Band 4ൻ്റെ ചാർജിങ് കേബിളിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 3യുടെ ചാർജിങ് കേബിൾ ഇതിൽ ഉപയോഗിക്കാനേ കഴിയില്ല. ഇതിനെല്ലാം പുറമെ IP5 ATM വാട്ടർ റെസിസ്റ്റൻസ്, വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്വിമ്മിംഗ് മുതലായ ആക്ടിവിറ്റി ട്രാക്കിങ്ങുകൾ, 20 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ബാറ്ററി ലൈഫ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആൻഡ് സ്ലീപ്പിംഗ് ട്രാക്കിംഗ്, അലാറം, അലേർട്ട്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് എന്നിവയെല്ലാം MI Band 4ൻ്റെ എടുത്തു പറയേണ്ട മറ്റ് പ്രധാന ഫീച്ചറുകളാണ്. ഹായ്, അപ്പോൾ ഞാൻ 2 ആഴ്ച കാലമായിട്ട് MI Band 4 ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് വളരെ ഇഷ്ടമായി. കാരണം ഞാനിത് അന്നിത് അൺബോക്സ് ചെയ്ത ദിവസം തന്നെ ഇത് ഫുൾ ചാർജ് ചെയ്ത് വെച്ചതാണ്. അന്ന് തൊട്ട് ഇപ്പോൾ 14 ദിവസമായി. ഇപ്പോഴും 40% ചാർജ് ഇതിലുണ്ട്. അപ്പോൾ കമ്പനി പ്രോമിസ് ചെയ്യുന്നത് 20 ദിവസമാണ് ഇതിൻ്റെ ചാർജിങ് കാലാവധി പറയുന്നത്. അപ്പോൾ അത്ര തന്നെ ഇത് ചാർജ് നിൽക്കും എന്നാണ് എൻ്റെയും വിശ്വാസം. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഇതിൻ്റെ നോട്ടിഫിക്കേഷനാണ്. നമുക്ക് ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നമുക്കിതിൽ അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ക്ലാസ്സിലോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിലോ അവർക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരമായിരിക്കും. കാരണം നമുക്കിപ്പോൾ ഫോൺ എടുത്ത് നോക്കാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോളോ
നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫോൺ കോൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ബാൻഡിൽ നിന്ന് തന്നെ ഇഗ്നോർ ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷനും കൂടി ഇത് തരുന്നുണ്ട്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഹെഡ് ബീറ്റ് സെൻസർ. നമുക്ക് നമ്മുടെ ഹെഡ് ബീറ്റ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെപ്പ് കൗണ്ടർ, നമ്മൾ ഒരു ദിവസം എത്ര ദൂരം നടന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഒരു ദിവസം ഒരാളെ 8000 സ്റ്റെപ്പ് നടക്കണം എന്നാണ് WHO പറയുന്നത്. ഇപ്പം നമ്മൾ എത്രത്തോളം നടന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ നമ്മളിത് കെട്ടിക്കൊണ്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സമയം നമ്മൾ ഉറങ്ങി, എത്ര മണിക്കൂർ നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ആക്യുറേറ്റ് ആയി തന്നെ ഇത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഉപകാരപ്പെട്ട ഒരു ഡിവൈസ് തന്നെയാണ്. നമുക്കൊരു 2000-2500 ഇടയ്ക്ക് ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇത് വളരെ വേർത്ത് തന്നെയാണ്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് അലി എക്സ്പ്രസ്സിൽ നിന്നായിരുന്നു. കാരണം ഇത് ഇന്ത്യയിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ലിങ്ക് കറക്റ്റായിട്ടും ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇന്ത്യയിൽ എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. വീണ്ടും ഒരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ.